നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ശ്രീകാന്തിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുവാണ്. ഇത്രയും കാലം ശ്രീകാന്ത് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ശ്രീകാന്തിന് നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒടുവില് വേദയും വിക്രവും രാജാക്കാട് കൈതമുക്കുള്ള ആ ഒരു പുതിയ വീട്ടിൽ താമസം തുടങ്ങുവാണ്. അപ്പൊ അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കീവർഗീസ് ആയിരുന്നു എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തേ. പക്ഷെ അവിടെ താമസിക്കാൻ തുടങ്ങിയാലും അതുകൊണ്ടായില്ലല്ലോ, ജോലിയും കാര്യങ്ങളൊക്കെ എന്തേലും വേണമല്ലോ, അല്ലാതെ വെറുതെ താമസിക്കാനും പറ്റില്ലല്ലോ. ഒടുവില് ഭേദയോടും വിക്രത്തിനോടും ഗീർവറീസ് പറഞ്ഞ് തൽക്കാലത്തെ 2 ദിവസം കൂടെ പോട്ടെ, അതിനുശേഷം ഞാൻ ജോലി ശരിപ്പെടുത്തി കൊടുക്കാന്ന് തരാന്നൊക്കെ പറയണം. ഇതേ സമയത്ത് സജീവും വിളിക്കുന്നുണ്ട്. സജീവൻ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് സജീവൻ ആ കാര്യം പറയണത്. മാഷിനെയും അതുപോലെ തന്നെ വിക്രത്തിൻ്റെ അമ്മയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ട് ഇനിയിപ്പോൾ വിക്രം ഒന്നും ഞെട്ടി. പക്ഷേ കൃത്യസമയത്ത് തന്നെ വാസവ സാർ എത്തി അവരെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. വാസവൻ സാറോ എന്ന് ചോദിച്ചു. അതെ, വാസവ മുതലാളി കൃത്യസമയത്ത് തന്നെ എത്തി രക്ഷപ്പെടുത്തി. മാത്രമല്ല നിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കുകയും ചെയ്തു. നിന്നെ സംശയമില്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ ഒരു ആശ്വാസമായിരുന്നു. കാരണം ഇത്രയും നാളും താനായിരുന്നു പ്രതിക്കൂട്ടി നിന്നിരുന്നേ. ഇപ്പം വരുണ്ട കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്നുള്ള കാര്യം എന്താണെങ്കിലും വാസുവിന് മനസ്സിലായിട്ടുണ്ടെന്ന കാര്യം വിക്രത്തിനും മനസ്സിലായി. പിന്നീട് പറഞ്ഞു, അതെ അധികമൊന്നും പുറത്തിറങ്ങിയാണ് നടക്കണ്ട, അറിയാലോ. ഇവിടെ ഒരു പക്ഷേങ്കിൽ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പാഞ്ഞു നടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം ആരാണ് ഈ വരുണിനെയും അതുപോലെ തന്നെ പുളിക്കനെ ഇല്ലാതാക്കിയെന്ന് അറിയത്തില്ല. അവരൊരു പക്ഷേങ്കിൽ അനിയും കുട്ടനെയും വിക്രത്തിനെയും ഒക്കെ ഇല്ലാതാക്കാണ്ട് പിന്നാലെ വരും. അത് ഉറപ്പുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഒരു കാരണവശാലും പുറത്തിറങ്ങി അധികം നടക്കില്ലെന്ന് പറഞ്ഞ്. ശത്രുക്കൾ എവിടെയാ പതുങ്ങിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. പിന്നീട് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേദയോടെ വിക്രം ആ കാര്യം പറയുന്നുണ്ട്. വാസവും പോയി അച്ഛനെ അമ്മയൊക്കെ രക്ഷിച്ചെന്നോ? അതെ, അന്ന് നമ്മൾ ദീപ്തിയോട് ദീപ്തി എന്ന് പറഞ്ഞതിന് ബലമുണ്ടായി. അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇപ്പം ഇത്ര ഭംഗിക്ക് നടന്നേ. ഒരു പക്ഷേ അച്ഛനും അമ്മയും അവർ ഉപദ്രവിച്ചായിരുന്നെങ്കിലോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ CI അയാളൊരു തരികടയാണെന്നാ തോന്നേ. അയാൾ മനഃപൂർവ്വം അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതാ. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞ് എന്തായാലും വിക്രത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചല്ലോ. അതെ, ആ കേസ് പിൻവലിച്ചു. പക്ഷേ പുളിക്കൻ്റെ കേസിൽ എനിക്കിപ്പോൾ ഇപ്പോഴും ബന്ധമുണ്ടെന്നൊക്കെയാണ് ആ CI പറഞ്ഞതെന്ന് അറിയാൻ കഴിഞ്ഞ്. സാരമില്ല വിക്രം, അതൊക്കെ ആര് ചെയ്താലും അധികം വൈകാതെ തന്നെ അതൊക്കെ പുറത്തു വരും. അതേ കാലമൊന്നും അവർക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സത്യം നമുക്ക് തെളിയിക്കണം, എന്നിട്ട് വേണം വീട്ടിലേക്ക് തിരികെ പോകാനെന്ന് പറഞ്ഞു. ഈ സമയം ദർശനോട് കുറച്ച് കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വേദ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ദർശനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ദർശൻ ആ കാര്യങ്ങളൊക്കെ ഭംഗിയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം വേദയ്ക്ക് ഒരു സഹായം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദർശൻ അത് കൃത്യമായിട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് വേദയെ ദർശൻ കാണുന്ന പോലും. ദർശനറിയാം ഒരു കാരണവശാലും വേദ തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. അല്ലെങ്കിലും അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. വിക്രത്തിൻ്റെ ഭാര്യയാണ്. ഇനിയിപ്പോൾ തൻ്റെ അച്ഛനാണെങ്കിലും അതുപോലെ തന്നെ ശ്രീകാന്ത് ആണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ശരി, അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം ദർശന് നന്നായിട്ട് അറിയായിരുന്നു. പിന്നീട് ഗീർവറീസ് 2 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം കാര്യങ്ങൾ പറയുന്നുണ്ട്, ജോലിയുടെ കാര്യം. അത് കേട്ടപ്പോൾ ഗീർവറീസ് പറഞ്ഞു, ഇനി ആ കാര്യം ഓർത്ത് പേടിക്കണ്ട, തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം. പള്ളിപ്പറമ്പിൽ പണിയാൻ ആൾ വേണം. വിക്രം ആ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. അല്ല വിക്രത്തിന് അങ്ങനത്തെ പണികളൊക്കെ അറിയാമെന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല, എന്നാലും സാരമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ മതി. അപ്പോഴേക്കും വേദ പറഞ്ഞു, എനിക്കും എന്തെങ്കിലും ഒരു ജോലി കിട്ടിയ ഉപകാരമായിരുന്നു. ആ സമയം വിക്രം പറഞ്ഞു, അത് വേണ്ട, നീ ജോലിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. വേദയ്ക്ക് ഭയങ്കര വിഷമമാണ്. കാരണം വിക്രം തന്നെ പണിയാൻ പോയി പിന്നെ താൻ ഇവിടെ ഇരുന്ന് കഴിക്കണം, അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ ആദ്യത്തെ 1-2 ദിവസം വിക്രം ജോലിക്ക് പോകുന്നുണ്ട്. വിക്രത്തിന് എന്താണല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ പോലെയൊന്നുമില്ല, മനസ്സിനൊരു സുഖവും സന്തോഷം സമാധാനം ഉണ്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ശ്രീനിവാസൻ്റെ കൂടെ ഗുണ്ടാപ്പണിക്ക് പോകും, എന്തേലും അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. വിക്രം രാവിലെ പോവും, വൈകുന്നേരം വരും. ആ സമയത്ത് വേദ വീട്ടുജോലികളൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും. വൈകുന്നേരം വന്ന് സന്തോഷത്തോടു കൂടിയിട്ട് അനിയൻകുട്ടനെ വിളിച്ച് അവരാഹാരം കഴിക്കും. പക്ഷെ അനിയൻകുട്ടനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോഴും അനിയൻകുട്ടന് പഴയപടി തന്നെയായിരുന്നു.
പിന്നെ സ്ഥലം മാറിയതുകൊണ്ട് ഒരിത്തിരി വ്യത്യാസമുണ്ടെന്ന് മാത്രം. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസം വേദ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കൊളുന്ത് നുള്ളാനായിട്ട്, അപ്പോൾ തേയിലത്തോട്ടത്തിന് നടുവിലുള്ള ആ ചെറിയ വീട് കുറച്ച് ചേച്ചിമാർ വരുന്നുണ്ട്. വേദ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. പിന്നീട് അതൊക്കെ നോക്കി കാണുവാൻ അവരെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അതിനുശേഷം വേദ അവരോട് കാര്യങ്ങൾ തിരക്കുവാണ്. ആ സമയത്ത് അവർ പറഞ്ഞു, അതിനെന്താ തേയില നുള്ളാനാണോ? അത് മോൾക്ക് അറിയാമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മോള് പോരെ, അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. വേദയ്ക്ക് സന്തോഷ സമാധാനമായി. പിന്നീട് വിക്രം വന്നപ്പോൾ വിക്രത്തോടത് പറയുന്നുണ്ട്. പക്ഷേ വിക്രം സമ്മതിച്ചില്ല. അവസാനം ഗീർ വറീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്ഷന്. അപ്പോഴും ഗീർ വറീസ് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്നോ, കാരണം ആ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ദൂരേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അനിയൻ കുട്ടന് വീട്ടിലുള്ളതുകൊണ്ട് വേദയ്ക്കാണ് ദൂരേക്ക് പോകാനും പറ്റില്ലായിരുന്നു. ഒടുവിൽ വേദ എന്ത് ചെയ്തു, അവരോടൊപ്പം ജോലിക്ക് ഇറങ്ങുവാണ്. അങ്ങനെ സന്തോഷകരമായ കുറച്ച് ദിനങ്ങൾ അങ്ങോട്ട് കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ വേദയുടെയും വിക്രത്തിൻ്റെ ഒരു രണ്ടാം ജീവിതം തന്നെയായിരുന്നു. കാരണം മുമ്പത്തെ പോലൊന്നും ആയിരുന്നില്ല അവർ. ജീവിതം എന്താണെന്ന് അവർ ശരിക്കും തിരിച്ചറിയായിരുന്നു. അധ്വാനിച്ച് അതുപോലെ തന്നെ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും. ആകെപ്പാടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഇങ്ങോട്ട് അനിയൻകുട്ടിനെ അന്വേഷിച്ചോ അല്ല തങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും വരുന്ന ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ അവരെന്തും കൊണ്ടും എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗീർവർസ് വന്നിട്ട് പറഞ്ഞു, അതെ മൈക്കിളച്ചനെ കാണാനായിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു സൈക്കാട്രിസ്റ്റ് ജോർജ്, ആ സാറ് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അനിയൻകുട്ടനെ ഒന്ന് കൊണ്ട് കാണിച്ചു നോക്ക്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ എന്ന് പറഞ്ഞു. അതൊരു നല്ല ഓപ്ഷനായിട്ടാണ് വേദയ്ക്കും വിക്രത്തിനും തോന്നിയത്. അങ്ങനെ അന്ന് രാത്രിയിൽ അവരതൊക്കെ ഓർത്തിങ്ങനെ അവിടെ ഇരിക്കണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്താലും നമുക്ക് ആ പാറയുടെ അവിടെ പോയിരുന്നാലോ എന്ന് വെച്ചിട്ട്. പാറയുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല സുഖം അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ എന്ത് ചെയ്തു, വേദയും വിക്രവും കൂടെ ആ പാറയുടെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടുപേരും ഒരു പുതപ്പൊക്കെ പുതച്ചിങ്ങനെ രണ്ടുപേരും കൂടെ അതിനകത്ത് ഇങ്ങനെ കയറി ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വേദ തൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു വിക്രം. അങ്ങനെ അവർ സന്തോഷമായിട്ട് കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിന്നീട് അവർ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ കഥമൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോൾ അനിയൻകുട്ടനെ കാണുന്നില്ല. രണ്ടുപേരും പേടിച്ചു പോയി. എന്താ ഏതാണെന്നും അറിയത്തില്ല, എങ്ങോട്ട് പോയെന്നും അറിയത്തില്ല. ആകെപ്പാട് ടെൻഷൻ. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് അനിയൻകുട്ടനെ പിടിച്ചുകൊണ്ട് പോയതാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒടുവിൽ എന്ത് ചെയ്തു, അവിടെ അന്വേഷിച്ച് അങ്ങോട്ട് ഇറങ്ങുവാണ്. അനിയൻകുട്ടാന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല അവർക്ക്. അനിയൻകുട്ടനെ എങ്ങാനും ഇനിയിപ്പം ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ടാണെങ്കിൽ ഏക പ്രതീക്ഷയാണ്. അതുമാത്രമല്ല അനിയൻകുട്ടന് പോറൽ പോലെ സംഭവിക്കുന്ന വിക്രത്തിന് സഹിക്കാനും പറ്റുന്ന കാര്യമായിരുന്നില്ല. ഒടുവിൽ എന്തായാലും ആ തേയിലത്തോട്ടത്തിനടിക്കുന്ന അനിയൻകുട്ടനെ കിട്ടുന്നുണ്ട്. അവനെ ഇറങ്ങിപ്പോയതായിരുന്നു. കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് വേദയ്ക്കും വിക്രത്തിനും ശരിക്കും ഒരു സമാധാനമാവുന്നേ. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും വേദയും വിക്രം അവനെയും കൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അവനെ കണ്ട് ഡോക്ടർ അങ്ങനെ പരിശോധിച്ചൊക്കെ നോക്കി കുറേ കാര്യങ്ങളൊക്കെ അനിയൻകുട്ടനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അനിയൻകുട്ടൻ അപ്പോഴും മുമ്പത്തെപ്പോൾ തന്നെയായിരുന്നു, എന്നെ അവർ കൊല്ലും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഡോക്ടർ കുറച്ച് മെഡിസിനൊക്കെ കൊടുത്തു. എന്നിട്ട് വിക്രത്തോട് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ഇത് പേടിയിൽ നിന്ന് കിട്ടിയതാണ്, ആൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, ഒരു പക്ഷേങ്കിൽ എന്തോ കണ്ട് പേടിച്ചതിൻ്റെയാണ്, ധൈര്യമായിട്ടിരുന്നു, ഇത് അധികം വൈകാതെ തന്നെ മാറിക്കോളും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അനിയൻകുട്ടന് വേണ്ടുന്ന മരുന്നും കാര്യങ്ങളും പിന്നെ നന്നായിട്ട് അനിയൻകുട്ടനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഡോക്ടർ വിടുന്നുണ്ട്. അപ്പോൾ വേദയ്ക്കും വിക്രത്തിനും ഒക്കെ നല്ല പ്രതീക്ഷയായിരുന്നു. ഈ സമയത്ത് ശ്രീകാന്തും ചന്ദ്രശേഖരനും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. എവിടെയാ എന്താണെന്നും അറിയത്തില്ല വിക്രവും വേദയും. അവരെ കണ്ടുകിട്ടുവാണെങ്കിൽ തീർക്കണം. 4 വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിവരം പോലും കിട്ടിയിട്ടില്ല. എവിടെയാ വിളിച്ചെന്ന് പോലും അറിയത്തില്ല. ചിലപ്പം ഈ പറയുന്ന ഇഷിതയുടെ കൂടെയാണോ? കാരണം ഇഷിതയ്ക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. മുമ്പ് അവിടെ കൊണ്ട് താമസിപ്പിച്ചൊക്കെ ആണല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ഓർത്ത് ശ്രീകാന്ത് ആ വഴിക്ക് നോക്കി. പക്ഷേ അവിടെ ഇല്ല. ഒരു കാര്യം ഉറപ്പായി, ഇനിയുള്ള ഓരോ ദിവസങ്ങളും സൂക്ഷിക്കണം. അനിയൻകുട്ടൻ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ചന്ദ്രശേഖരൻ്റെയൊക്കെ കാര്യങ്ങൾ അവതാളത്തിലാവുമെന്ന് മനസ്സിലായി. ആ സമയത്ത് വാസവനും അന്വേഷിക്കുന്നുണ്ടായിരുന്നു അനിയൻകുട്ടന് എവിടെ എങ്ങനെയാന്നൊക്കെ. ഒരുപക്ഷെ അനിയൻകുട്ടനെ കിട്ടുവാണെങ്കിൽ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതുമാത്രമല്ല വരുണിൻ്റെ കൊലയാളി ആരാന്ന് കണ്ടെത്തണം. ഇതിൻ്റെ പിന്നിൽ ആർക്കൊക്കെയോ വേറെ ആർക്കൊണ്ടോ പങ്കുണ്ട്, ശക്തമായ കരങ്ങളുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയായിരുന്നു. ഒടുവിൽ ഒരു ദിവസം വേദയും വിക്രത്തിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അനിയൻകുട്ടന് അസുഖങ്ങൾ ഭേദമാകുവാണ്. അനിയൻകുട്ടൻ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അനിയൻകുട്ടൻ ആ കാര്യങ്ങളൊക്കെ പറയണേ. എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അന്ന് പുളിക്കനെ കാണാൻ പോയത് തൊട്ടുള്ള കാര്യങ്ങൾ പറയണം. അവർക്ക് ആഹാരം മേടിക്കാൻ പോയ സമയത്ത് താൻ അവിടെ ഇരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തേക്ക് താൻ മാറിയ സമയത്താണ് പുളിക്കനെ രണ്ടുപേരും വന്ന് കുത്തുന്ന കണ്ട് താനോടെ മറിഞ്ഞു നിന്നപ്പോൾ ആ കാഴ്ച കാണുന്നത് പുളിക്കനെ മാറി മാറി കത്തിക്ക് കുത്തുന്ന ചോര തെറിക്കുന്നു. അതൊക്കെ പറയുമ്പോഴത്തേനും അനികൂട്ടൻ്റെ മുഖമൊക്കെ ഭീതി കൊണ്ട് അതേ പേടി കൊണ്ട് വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വിക്രം അതാരാ ചെയ്തേ, അതാരാ ചെയ്തതെന്ന് അറിയണ്ടേ വിക്രം, നിങ്ങൾ അപകടത്തിലാണ്, ഒരു പക്ഷേങ്കിൽ അവർ നമ്മളെയും കൊല്ലുമെന്ന് പറഞ്ഞു. നീ ആരാന്ന് പറയാൻ പറഞ്ഞു. ഒടുവിലാണ് ശ്രീകാന്താന്നുള്ള കാര്യം പറയുന്നത്. ആ അരണ്ട വെളിച്ചത്തിൽ ഞാൻ അയാളുടെ മുഖം കണ്ടു, ശ്രീകാന്തിൻ്റെ. പിന്നെ വർഷയുടെ അച്ഛൻ്റെ മുഖവും ഞാൻ കണ്ടെന്ന് പറഞ്ഞു, ആ ചന്ദ്രശേഖരൻ്റെ. അത് കേട്ട് കഴിഞ്ഞപ്പം വിശ്വസിക്കാൻ പോലും പറ്റിയില്ല വിക്രത്തിന്. അങ്ങനെ ഒരു ക്രൂരത അയാൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വരുണ്ട കൊലപാതകത്തിന് പിന്നിൽ അവർ തന്നെയായിരിക്കും എന്നങ്ങനെ അവർ ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, വാസവൻ ഇനി ശ്രീകാന്തിനെ വെറുതെ വിടത്തില്ല. ഈ സത്യങ്ങളൊക്കെ അനിയൻകൂട്ടൻ വിളിച്ചു പറയുകയും ചെയ്യും. അനിയൻകുട്ടന് ഭേദമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അനിയൻകുട്ടനെ കോടതി കൊണ്ട് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ പുളിക്കൻ്റെ വണ്ണത്തിന് പിന്നിൽ ആരാന്നറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിനെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് സത്യങ്ങൾ പുറത്തു വരും. ശ്രീകാന്തിനെ അടിച്ച് പുറത്താക്കുകയും ചെയ്യും ശങ്കരനാരായണ അല്ലെങ്കിൽ തന്നെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും എന്തെങ്കിലും കാര്യത്തിൽ കൊലപാതകത്തിലോ നിനക്ക് പങ്കുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരിക്കില്ല, നിന്റെ കഥ എന്ന് തീരുമെന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് യാഥാർത്ഥ്യമാകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.